ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പേ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴാണല്ലോ എല്ലാവരെയും കാണിക്കാൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇന്ന് ഒരു മാമ്പഴ പുളിശ്ശേരി. മാമ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ചെറിയ പുളിമാങ്ങ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കുഞ്ഞായിട്ടുള്ള കണ്ണിമാങ്ങ പോലത്തെ, അല്ല കണ്ണിമാങ്ങയല്ല, കണ്ണിമാങ്ങ ഇടുന്ന അങ്ങനത്തെ ടൈപ്പ് മാങ്ങ ഉണ്ടാവില്ലേ, ചെറുത്. അതാണ് സാധാരണ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ അങ്ങനെ അത് കിട്ടാത്തത് കൊണ്ടും പിന്നെ ഇപ്പോൾ കിട്ടിയത് വെച്ച് ചെയ്യാമെന്നുള്ളത് കൊണ്ടും സാധാരണ ഇവിടെ കിട്ടുന്ന മാങ്ങ ആപ്പൂസ്, പിന്നെ അൽഫോൺസോ, മല്ലിക, പിന്നെ ദേവുഗഡ്, അങ്ങനെയുള്ള മാങ്ങകളൊക്കെയാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ കിട്ടിയ മാങ്ങ കുറച്ച് കൂടുതൽ പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത്. അപ്പം അത് വെച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാൻ നാട്ടിലുള്ള സമയത്തൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ പഴുത്ത മാങ്ങ പച്ചടി എന്നാണ് ഇതിന് പേരുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന സ്റ്റൈലിനും വ്യത്യാസമുണ്ട്. കാരണം ഒരു പച്ചടീൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കിയിരുന്നത്, പഴുത്ത മാങ്ങ പച്ചടി എന്ന്. അപ്പം ഇതിൽ വേറെ പുസ്തകങ്ങളൊക്കെ നമ്മൾ കാണുമ്പം മാമ്പഴ പുളിശ്ശേരി എന്ന് കാണാറുണ്ട്. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ അത് വേറെയാണ്, ഈ പഴുത്ത മാങ്ങ പച്ചടി എന്ന് പറയുമ്പോൾ അത് വേറെയാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഒന്നിൽ നമ്മൾ കടുകാണ്, പച്ചടി എന്ന് പറയുമ്പോൾ അതിൽ കടുകാണ് നമ്മൾ അരയ്ക്കല്ല, ഒന്ന് ചതച്ചിട്ടിടുക, അപ്പോൾ അത് പച്ചടി. പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നമ്മളതിൽ ജീരകമാണ് അരക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാനിപ്പോൾ അടുത്ത കാലത്താണ് മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കി തുടങ്ങിയത്. ആ സമയത്ത് അതിനകത്ത് ജീരകമാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു, കടുകല്ലേ ചേർക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഈ യൂട്യൂബിലൊക്കെ കണ്ടത് വെച്ച് ഞാനും അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം കാണിക്കാം. നമ്മളുടെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടി നമ്മളെടുക്കുന്ന മാങ്ങ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ മാങ്ങയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് അങ്ങനത്തെ ചെറിയ മാങ്ങ ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടും ഈ മാങ്ങ കുറച്ചധികം പഴുത്ത് പോയിട്ടുണ്ട്, കണ്ടോ, കുറച്ചധികം പഴുത്ത് പോയിട്ടുണ്ട്, ഇങ്ങനെ നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടത് മാമ്പഴ പുളിശ്ശേരി ആക്കി മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ 6 മാങ്ങയുണ്ട്. അപ്പം ഈ ഒരു ചീനച്ചട്ടിയിൽ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ മാങ്ങ, ഇതിൻ്റെ ഈ മൂക്ക് ഭാഗമല്ലേ, മൂക്കെന്ന് പറയുന്നില്ല, ഞെട്ടിന്നോ, അപ്പോൾ അത് ഞെട്ടെന്ന് പറയും അല്ലേ, അത് ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ ഈ പാത്രത്തിലിട്ടിട്ട് ആദ്യം ഒന്ന് വേവിക്കും. എന്നിട്ട് അതിൻ്റെ തോല് കളയും. അല്ലെങ്കിൽ ആദ്യം നമ്മളിങ്ങനെ ഞെട്ട് കളഞ്ഞിട്ട് ഇതിന് ഇങ്ങനെ പച്ചയായിട്ട് തന്നെ അതിൻ്റെ തോല് പറിച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഞാനത് കാണിക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം ഈ മാങ്ങകളെല്ലാം ഇങ്ങനെ മുറിച്ച് നോക്കി. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ വല്ല കേടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ അങ്ങനെ തന്നെ അത് പുഴുങ്ങിയാൽ അതിൽ വല്ല കേടുകളുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ മുറിച്ച് നോക്കുകയാണ്, എന്തെങ്കിലും കേടുണ്ടോ, പുഴുക്കളോ മറ്റോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ എല്ലാ മാങ്ങകളും ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാം. അങ്ങനെ നമ്മൾ എല്ലാ മാങ്ങകളും, നമ്മളുടെ 6 മാങ്ങകളും ഇതിനകത്തേക്ക് മുറിച്ചിട്ടുണ്ട്. ഒന്നിനും കേടൊന്നുമില്ല. എല്ലാ മാങ്ങകളും ഇതിനകത്തേക്ക് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അണ്ടിയോടുകൂടി തന്നെയാണ് കേട്ടോ, മാങ്ങയുടെ അണ്ടിയോടുകൂടി തന്നെ ഇതിനകത്തിട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും. അതിൻ്റെ തോല് നമ്മൾ എന്നിട്ട് പിഴിഞ്ഞെടുത്ത് കളയും. അപ്പോൾ നമുക്ക് സ്റ്റൗവിൽ വെച്ചത് കത്തിക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിൽ ചേർക്കാനുള്ള അരവ് തയ്യാറാക്കാം. തേങ്ങ പൊട്ടിച്ച്, തേങ്ങ വെള്ളം പിന്നെ നമ്മൾ മിക്സ് ചെയ്യില്ല. തേങ്ങ പൊട്ടിച്ചു, നല്ല തേങ്ങയാണ് ഇത്. നമ്മുടെ സ്വന്തം തെങ്ങിൽ ഒരേ ഒരു തെങ്ങ്, നമ്മുടെ മുറ്റത്ത് നട്ട് വളർത്തിയ ഒരേ ഒരു തെങ്ങ്. അതിൻ്റെ കഥയൊക്കെ ഞാൻ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ തെങ്ങിൽ നിന്നുണ്ടായ തേങ്ങയാണ്, നല്ല ഉള്ളുള്ള നല്ല തേങ്ങയാണ്. വെള്ളം ലേശേ കിട്ടിയുള്ളൂ, എന്നാലും വേണ്ടില്ല. ആഹാ, എന്താ മധുരം! നമ്മളുടെ മാങ്ങയെ നമുക്ക് തുറന്ന് നോക്കാം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിനൊക്കെ എല്ലാ സ്ഥലത്തും
നല്ലോണം ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞ് ഈ തോലുകളൊക്കെ കളയും കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നതാണ് കാണുന്നത്. അതിന് ശേഷം ഇതിനകത്ത് മഞ്ഞൾ ഉപ്പൊക്കെ ചേർക്കാനുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, വെറുതെ വെള്ളമൊഴിച്ച് ഒന്ന് തിളപ്പിച്ചു എന്ന് മാത്രം. അതിൻ്റെ തോലിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടി തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങ ചിരകി കഴിഞ്ഞു. ഇവിടെ കുറച്ച് പാത്രം കഴുകാനുണ്ട്. അപ്പം നമ്മൾ വീട്ടമ്മമാർ സാധാരണ ഒരു പണി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കി പണികളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ വിചാരിക്കില്ല. അപ്പം വീട് വന്ന് ജോലിക്കാരി വന്ന് വീട് അടിച്ചു വാരി തുടച്ചൊക്കെ പോയി. നമ്മളെ ബബിളും ഇവിടെ കളിക്കുന്നുണ്ട്. ഞാനിവിടെ അടുക്കളയിൽ ജോലി. ഇത് ജീരകമാണ്, തേങ്ങയും ജീരകമാണ് 2 സാധനങ്ങൾ നമുക്ക് അരക്കാനുള്ളത്. ഈ 2 സാധനം മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മൾ മാങ്ങ അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾ തേങ്ങ ചിരകി വെച്ചു. ഇനി തേങ്ങ അവിടെ നിന്ന് അരച്ച് വെച്ച ഉടനെ തന്നെ നമ്മൾ ഈ പാത്രം കഴുകും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മറ്റ് പണികളങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് പണി വേഗം എല്ലാം തീർന്ന് കിട്ടുക. അധികം ആൾക്കാരും വീട്ടമ്മമാരിൽ ഒരു 90-95% തന്നെ പറയാം, അത്രയും ആൾക്കാർ ഇങ്ങനെ ഒരേ സമയം 4-5 കൈകളുള്ള സ്ത്രീകളാണ് എല്ലാ അമ്മമാരും. പണ്ടുള്ള അമ്മമാരടക്കം ഇപ്പോൾ ഉള്ളവരെല്ലാവരും ഒരേ സമയം നമ്മൾ കുറേ പണികൾ ചെയ്യും. അത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ചെയ്ത് വെച്ചു, അപ്പോഴത്തേക്ക് മറ്റേത് റെഡിയാക്കി വെച്ചു, അങ്ങനെയല്ലേ. അതിനനുസരിച്ച് ഒരു പണി കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാമെന്ന് വെച്ച് കാത്തു നിന്നാൽ മാങ്ങ വെന്തതിന് ശേഷം തേങ്ങ ചിരകിയതിന് ശേഷം പാത്രം കഴുകാം എന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് ദിവസം മുഴുവൻ പണിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേഗം പണികളൊക്കെ തീരണ്ടേ, നമുക്ക് ഫ്രീ ടൈം കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, വേഗം പണികളൊക്കെ ഒരുക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എല്ലാ അമ്മമാരും. പക്ഷെ വളരെ വിരളം ചില സ്ത്രീകൾ മാത്രം ഇങ്ങനെ ഒന്നും ചെയ്യാതെ മാങ്ങ അടുപ്പത്ത് വെച്ചാൽ അതാവുന്നവരെ എവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി എന്നിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ പിന്നെ തേങ്ങ ചിരകാൻ പോയി, തേങ്ങ ചിരകി പിന്നെ അത് അരച്ചതിന് ശേഷം പിന്നെ അങ്ങനെ ഉള്ളവർക്ക് ദിവസം മുഴുവൻ പണിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും പരാതിയായിരിക്കും എന്ന് വെച്ചാൽ പണി ഒരുങ്ങുന്നേ ഇല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ തന്നെയാണ്, എപ്പോഴും പണിയാണെന്നുള്ള പരാതിയായിരിക്കും. അപ്പോൾ അതിനുള്ള പൊടിക്കൈകളാണ് നമ്മൾ പെട്ടെന്ന് ഒന്ന് ചെയ്യുന്നതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക എന്നുള്ളത്. ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവാണ്. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ അതാവുന്ന സമയം കൊണ്ട് നമ്മളതൊക്കെ രാവിലത്തെ ഉപ്പുമാവൊക്കെ ഒഴിച്ച് ഒരു ചെറിയ പാത്രത്തിലാക്കി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കും. അങ്ങനെ നമ്മൾ എല്ലാ പണികളും പെട്ടെന്ന് ചെയ്താൽ നമുക്കിതെല്ലാം കഴിഞ്ഞ് അടുക്കള ക്ലീൻ ആവുകയും ചെയ്യും, പിന്നെ പണികളൊക്കെ പെട്ടെന്ന് ഒരുങ്ങുകയും ചെയ്യും. ഇതൊക്കെ അമ്മമാരുടെ പൊടിക്കൈകളാണ്. മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്, അരക്കാൻ പോവാണ്. ഇതിൽ സ്പൂണൊക്കെ ഉണ്ട് ജീരകം എടുക്കാൻ, എന്നാലും കൈ കൊണ്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. നമുക്കൊരു അളവ് കൃത്യമായിട്ട് കിട്ടുന്നത് കൈ കൊണ്ട് എടുക്കുമ്പോഴാണ്. ഈ സ്പൂണൊക്കെ നമ്മളിങ്ങനെ സ്റ്റൈലിലൊക്കെ വെക്കും. നമ്മളുടെ മാങ്ങ വെന്ത് കഴിഞ്ഞു, സ്റ്റൗ ഓഫ് ചെയ്തു, തേങ്ങ അരച്ച് വെച്ചു. ഇനി ഈ മാങ്ങയെ തണുക്കാൻ അനുവദിക്കണം, ഫാനിട്ടിട്ട് തണുക്കാൻ അനുവദിക്കട്ടെ. അപ്പോൾ നമ്മളുടെ വെന്ത മാങ്ങ ഇവിടെ തണുക്കാൻ വേണ്ടി വെച്ച് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തിട്ടില്ല, എന്നാലും തണുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തൊടാവുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ തോലൊക്കെ മാറ്റണം ഇതിൻ്റെ. അപ്പോൾ അത് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ പാത്രമൊക്കെ കഴുകി നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തും കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ പണികളൊക്കെ നടക്കുകയാണ്. തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ മാങ്ങയുടെ തോലിന് ഇങ്ങനെ കളയണം. അത് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഈ മാങ്ങയുടെ വിട്ട് നിൽക്കുന്ന തോല് ഇങ്ങനെ കോരിയെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് അതിനെ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് കിട്ടാവുന്നിടത്തോളം ചാറ് നമുക്ക് ശേഖരിക്കാം. അപ്പോൾ ഈ മാങ്ങയുടെ തോലെല്ലാം നമ്മൾ മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് പിഴിഞ്ഞെടുക്കാം, കുറച്ചും കൂടി അതിൻ്റെ ചാറ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മാങ്ങേണ്ടിയും ഇതിൻ്റെ ബാക്കിയുള്ള സത്തും മാത്രമാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിലേക്കാക്കി നമ്മളത് പിഴിഞ്ഞെടുത്തിട്ട് ഇതിനകത്ത് ഒഴിക്കും. അങ്ങനെ നമ്മൾ മാങ്ങയെല്ലാം പിഴിഞ്ഞെടുത്തു, തോലെല്ലാം മാറ്റി. തോലിതവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചറയെ കളയാനുള്ളത്. ഇത് നമ്മുടെ കറി. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ നമ്മളുടെ
ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചാണ് കേട്ടോ ഈ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത്. അതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു അളവൊന്നും അറിയില്ല എനിക്ക്, ഞാൻ ചേർക്കാറുണ്ടെന്ന് മാത്രം. ഇനി ഇതിനെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഇതിങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത ഈ മാങ്ങയുടെ സത്ത് ഇങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് വെല്ലാണ് കേട്ടോ, ജാഗരി ക്യൂബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വെല്ലാണത്, ചെറിയ ആണികൾ. ഇതിലൊരു 4 ആണി വെല്ലം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വെല്ലത്തിൻ്റെ ആണി കുറച്ചും കൂടി വലുതാണ്, ഇത് കുഞ്ഞാണികളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാങ്ങക്ക് നല്ല മധുരമുണ്ട്. നല്ല മധുരമുള്ള സമയത്ത് ഇത് ചേർക്കണോ എന്ന് സംശയമാണ്. എങ്കിലും പിന്നെ ഒരു 4 വേണ്ട അല്ലേ, ഇത് കുറച്ചേക്കാം. നല്ല മധുരമുണ്ടല്ലോ, ഇതൊക്കെ ചില ആചാരങ്ങളല്ലേ, അപ്പോൾ അത് പാലിക്കപ്പെടട്ടെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ശർക്കര ഇതിനുള്ളിലേക്ക് ഇട്ട് വെച്ചു. ഈ കറി നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളതിനകത്തേക്ക് ഇട്ട ശർക്കരയൊക്കെ ഒന്ന് കുറച്ച് സിമ്മാക്കി വെക്കാം. ഒരു തുള്ളിച്ചാടി കൈയൊക്കെ പൊള്ളുന്നുണ്ട്. അതിൻ്റെ ചാട്ടം കണ്ടോ, പൊള്ളലും ചാട്ടലൊക്കെ കണ്ടോ, കയ്യിലൊക്കെ തെറിക്കുന്നുണ്ട്. ഇതിനാണോ ഇത്ര ചാട്ടും ഒക്കെ, ഇത്ര തിളക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും ആ ശർക്കര ഇതിനകത്തേക്ക് ലയിച്ച് ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചേർക്കേണ്ടത് ഈ അരവാണ്. അരപ്പ് സിമ്മാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ ചേർക്കാം. ഈ അരവും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്യുക. തീ കൂട്ടി വെക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. ഈ തേങ്ങയുടെ പച്ചമണമൊക്കെ പോകണമല്ലോ, അപ്പോൾ അതിന് നന്നായിട്ട് തിളപ്പിക്കണം. നേരത്തെ ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു മാമ്പഴ പുളിശ്ശേരിയും പഴുത്ത മാമ്പഴ പച്ചടിയും ഡിഫറൻ്റ് ആണെന്ന്. ഞാൻ മാമ്പഴം എന്ന് ഞങ്ങൾ പറയാറില്ല, പഴുത്ത മാങ്ങ എന്നാണ് പറയാറ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വരുന്നത് എപ്പോഴും വായിൽ. പഴുത്ത മാങ്ങ പച്ചടി മാത്രമേ ഞങ്ങളൊന്ന് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളൂ. ഈ മാമ്പഴ പുളിശ്ശേരി ഞാൻ കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. വലിയതായതിന് ശേഷം എപ്പോഴും കേരളമൊക്കെ വിട്ടതിന് ശേഷം തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. ഇതിൽ ജീരകം, അതിൽ കടു, അതാണ് അതിൻ്റെ ഡിഫറൻസ്. പിന്നെ ഇതുപോലെ ആ അരപ്പ് തിളപ്പിക്കില്ല. അതിനകത്ത് പച്ചയായിട്ട് തന്നെ തേങ്ങ അരച്ചിട്ട് തേങ്ങയും കടു ഒന്ന് ചതച്ചിട്ട് നമ്മൾ സാധാരണ പച്ചടിയിലാക്കുന്ന പോലെ ആക്കി അത് പിന്നെ വേവിക്കില്ല. അപ്പോൾ ഇത് ആദ്യം ഇങ്ങനെ ആക്കുമ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു, ഈ അരവ് എന്താണ് ഇങ്ങനെ വേവിക്കുന്നതൊക്കെ. പിന്നെ യൂട്യൂബിൽ പറഞ്ഞപ്പം അവരുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ കണ്ടപ്പം ഞാനും ഉണ്ടാക്കി നോക്കിയപ്പം നല്ല ടേസ്റ്റാണ്. രണ്ടും രണ്ട് ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ആ പഴുത്ത മാങ്ങ പച്ചടി ഉണ്ടാക്കിയിട്ട് കാലങ്ങളായി. ഒരു പ്രാവശ്യം അത് ഉണ്ടാക്കി നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും, ഭർത്താവിനെ മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കാറ് എപ്പോഴും. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുക, തണുത്തതിന് ശേഷം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം തീ ഓഫാക്കിയിട്ട് ഇതിൽ കുറച്ച് തൈര് ചേർക്കാം. ഒരുപാട് പുളിയില്ലാത്ത തൈര് ചേർക്കാം. പക്ഷേ ഞാൻ തൈര് ചേർക്കുന്നില്ല ഇപ്പം. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പം ഞാനും ഇതുപോലെ തന്നെ തൈര് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ കുറേ പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ സ്വന്തം ബാക്കിയൊക്കെ നമ്മൾ ഓരോ വ്യത്യാസങ്ങളൊക്കെ വരുത്തുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് തൈരിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനിപ്പം തൈര് ചേർക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ഇത് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളക്കലെന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കരമായി തിളച്ചെൻ്റെ കയ്യിലേക്കൊക്കെ തെറിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതിനെ ഓഫ് ചെയ്യാൻ പോവാണ്. കണ്ടോ, അതിഭയങ്കര തിളക്കുന്നത്. അപ്പോൾ ഇതിനെ ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് വറവിടാനുണ്ട്. അവിടെ നിന്നോട്ടെ. അപ്പം നമ്മൾ വറവിടാൻ പോവാണ്. കടുക് താളിക്കുക എന്നൊക്കെ പറയും. അപ്പം കടുക്, ഉണക്കമുളക്, കരിവേപ്പില, കുറച്ച് ഉലുവ അല്ലെങ്കിൽ ഉലുവപ്പൊടി, അതാണ് ഇതിൽ ചേർക്കേണ്ടത്. കടുക് ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കടുകിനെല്ലാം പുറത്തേക്ക് ചാടിപ്പോകാനാണ് താല്പര്യം. അപ്പോൾ നമ്മളിതിനെ സമ്മതിക്കാതെ ഇങ്ങനെ അടച്ചു വെക്കണം. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അടച്ചു വെക്കണം. അപ്പോൾ കടുകെല്ലാം അതിനകത്ത് തന്നെ പൊട്ടി അതിൽ തന്നെ വീണോളും, അല്ലെങ്കിൽ എല്ലാം പകുതിയും പുറത്തേക്ക് പോകും. അതിന് ശേഷം നമ്മൾ ഈ ഉണക്കമുളകും ഈ കരിവേപ്പിലയും
ഈ കരിവേപ്പില നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ്, പ്യുവറായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ക്ഷാമമില്ലാതെ. ഇനി കുറച്ച് ഉലുവാപ്പൊടി. ആ ഉലുവാപ്പൊടിയിലാണ്, അല്ലെങ്കിൽ ഉലുവയിലാണ് അതിൻ്റെ ഫുൾ ടേസ്റ്റ് ഇരിക്കുന്നത്. വറവായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കും. കഴിഞ്ഞു. ഇതാണ് മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ. ഇനി ഇത് ഇളക്കുക, യോജിപ്പിക്കുക. ഇന്ന് കഴിക്കുക, ബാക്കിയുള്ളത് നാളെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അറിയാത്തവർ ഉണ്ടാക്കി നോക്കുക. അറിയാത്തവരൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാവുന്നതിനായിരിക്കും. പിന്നെ ഞാനത് വെറുതെ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലൊന്ന് കാണിച്ചു എന്ന് മാത്രം. ചിലർക്ക് കുറച്ചും കൂടി ഡിഫറൻസ് ഉണ്ടാവും. ഇതിൽ ചിലർ തേങ്ങ അരക്കുന്നതിൻ്റെ കൂടെ ജീരകത്തിൻ്റെ കൂടെ വെളുത്തുള്ളിയൊക്കെ അരക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇത്രയേ ചേർക്കാറുള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.